Now, Ashley, here's a quick trivia question. What's been happening in our Sunday school this past year? Actually, I'm not sure. How can we know? We can find out all about this past year from our Sunday school coordinator, Shibu Uncle. Everyone, let's give him a big welcome. ദൈവനാമത്തിൻ്റെ മഹത്വം. ബഹുമാനപ്പെട്ട കർത്തദാസൻ, കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ ഏവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ബാലൻ നടക്കിടുന്ന വഴിയിൽ അവനെ അഭ്യസിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. സദൃശവാക്യം 22:6. വളരെ പ്രാധാന്യമർഹിക്കുന്നതും ശക്തമായ ഒരു മേഖലയാണ് ചർച്ചിൻ്റെ സൺഡേ സ്കൂൾ മിനിസ്ട്രി. വളരുന്ന തലമുറകളെ അവരുടെ ചെറുപ്രായത്തിൽ തന്നെ അവരെ ദൈവവചനം അഭ്യസിക്കുന്നതിലും ദൈവരാജ്യത്തിൻ്റെ കെട്ടുമണിക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നതിലും അവരെ ശീലിപ്പിക്കുന്നതും നിത്യതയ്ക്ക് കൂട്ടവാശി ആയി തീർക്കുന്നതിലും സൺഡേ സ്കൂൾ വഹിക്കുന്ന പങ്ക് ശ്രദ്ധാർഹമാണ്. ദൈവത്തിൻ്റെ കരുണയാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു അധ്യയന വർഷം കൂടെ ദൈവം നമുക്ക് നൽകി. കഴിഞ്ഞ ഒരു വർഷം കൂടി നമ്മെ നടത്തിയ ദൈവത്തിന് സകല മഹത്വവും അർപ്പിച്ചുകൊണ്ട് 2023 സെപ്റ്റംബർ മുതൽ 2024 ഡിസംബർ വരെയുള്ള റിപ്പോർട്ട് സഭാമധ്യേ അവതരിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയാൽ ഈ അധ്യയന വർഷം സെപ്റ്റംബർ മാസം പുനരാരംഭിക്കുവാൻ ദൈവം സഹായിച്ചു. എല്ലാ വർഷവും നടത്തി വരുന്നത് പോലെ തന്നെ ഈ വർഷവും ഞായറാഴ്ച രാവിലെ 9:30 മുതൽ 10:30 വരെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്കായി വേർതിരിച്ചിരിക്കുന്നു. പ്രാരംഭത്തിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം പാട്ടുകൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും കൂടാതെ ഒരു ദൈവവേദലിൻ്റെ സ്വഭാവ രൂപീകരണത്തിന് പെരുമാറ്റ രീതികൾ മെച്ചപ്പെടുത്തുവാൻ ആത്മീയ പക്വത പ്രാപിക്കുവാൻ ഉതകുന്ന പ്രബോധനങ്ങളും ഉപദേശങ്ങളും ദൈവവചനം അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് തന്നെ അവരുമായി പങ്കുവയ്ക്കുന്നു. ഇതിനായി സമയം വേർതിരിച്ച് കുട്ടികളെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും അഭിനന്ദിക്കുകയും ഈ അവസരത്തിൽ നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം 10 മുതൽ 10 വരെയുള്ള സമയം വചനപഠനത്തിനായി കുട്ടികൾ അതായത് ക്ലാസ്സുകളിൽ പോകുന്നു. 9 ക്ലാസ്സുകളായി 39 കുട്ടികൾ ഈ അധ്യയന വർഷത്തിൽ ക്രമീകരിക്കുവാൻ ദൈവം സഹായിച്ചു. ദൈവകൃപയാൽ കഴിഞ്ഞ ഫൈനൽ എക്സാം 2023 ജൂലൈ മാസം നടത്തപ്പെടുകയും അതിൽ ജസ്ലിൻ, ബെർണീസ് എന്നിവർക്ക് സൺഡേ സ്കൂൾ പഠനം പൂർത്തിയാക്കുവാൻ ദൈവം സഹായിച്ചു. അതവരുടെ ഭാവി ജീവിതത്തിന് ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വർഷം ഡിസംബർ മാസം 15-ാം തീയതി ക്വാർട്ടർ എക്സാം നടത്തുവാൻ ദൈവം സഹായിച്ചു. എല്ലാ ക്ലാസ്സുകളിലും സിലബസ് അനുസരിച്ച് കോഴ്സ് മെറ്റീരിയൽ ആണ് ഉപയോഗിക്കുന്നത്. ഏജ് അപ്രോപ്രിയേറ്റ് ലെവൽ ഉള്ള കോഴ്സ് മെറ്റീരിയൽ സെലക്ട് ചെയ്ത് അത് പ്രിൻ്റഡ് കോപ്പിയായി അത് ഓരോ സ്റ്റുഡൻറ്റിൻ്റെ കയ്യിലും എത്തുന്നതിൻ്റെ പിന്നിൽ വളരെ പ്രയത്നം ആവശ്യമാണ്. അതിനായി സമയം കണ്ടെത്തി ബുക്ക് ലഭിക്കുവാൻ മുൻകൈ എടുത്ത ദേവദാസനും സഹായിച്ച മറ്റ് സഹോദരങ്ങൾക്കുമുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ശരിയായ രീതിയിൽ തിരുവചനം ലഭിക്കേണ്ടതിന് അർപ്പണ മനോഭാവത്തോടും കൂടി അവരുടെ സമയവും കഴിവുകളും നൽകി കുട്ടികളെ സഹായിക്കുന്ന അധ്യാപകർക്ക് നന്ദി പറയുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. കുട്ടികൾക്ക് ലഭിക്കുന്നതായ വചനം നല്ല നിലത്ത് വീണ വിത്ത് പോലെ അവരുടെ ഹൃദയങ്ങളിൽ പതിയുവാൻ തക്കകാലത്ത് ഫലം കായ്പാനും ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സിസ്റ്റർ ജെസി, മേഘ, സിസ്റ്റർ ബ്ലസി, സിസ്റ്റർ ദീപ, ജെനിഫർ, സിസ്റ്റർ നിസ, സിസ്റ്റർ റിൻസി, സേറ, സിസ്റ്റർ പെനീന, ബിൻസി, ബ്രദർ ജസ്റ്റിൻ എന്നിവർ ക്ലാസ്സുകൾ എടുക്കുന്നതിൽ നമ്മെ സഹായിക്കുന്നു. അതാത് ക്ലാസ്സുകളിൽ ടീച്ചറിൻ്റെ അഭാവത്തിൽ മുടക്കം വരാതെ ക്ലാസ്സുകൾ എടുക്കുവാൻ സഹായിച്ചവരെയും പ്രത്യേകം ഓർക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. പ്രതിഫലം കൂടാതെയുള്ള പ്രവർത്തനങ്ങൾക്ക് സർവ്വകൃപാലുവായ ദൈവം പ്രതിഫലം നൽകി മാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുകൂടാതെ ഓരോ ആഴ്ചയിലും വചനത്തെ ആധാരമാക്കിയുള്ള ചിന്തകൾ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കുന്നത് പോലെ പറഞ്ഞു കൊടുക്കുകയും അതിന് തയ്യാറെടുത്ത് വന്ന് കുട്ടികളോട് സംസാരിക്കുകയും ചെയ്ത എല്ലാവരോടുമുള്ള നന്ദി ദൈവനാമത്തിൽ അറിയിക്കുന്നു. തിരുവചനത്തിൽ നാം വായിക്കുന്നത് പോലെ മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ നൽകുന്ന പ്രതിഫലവുമാകുന്നു. ദൈവം നമ്മെ ഏൽപ്പിച്ച തലമുറകളെ ദൈവഭയത്തിലും പത്യോപദേശത്തിലും വളർത്തുവാൻ ദൈവസഭ വഹിക്കുന്ന പങ്ക് മറക്കാവുന്നതല്ല. കുട്ടികളെ ഉത്സാഹിപ്പിക്കുകയും മനപ്പാഠ വാക്യങ്ങൾ പഠിപ്പിക്കുകയും തക്ക സമയത്ത് സൺഡേ സ്കൂളിൽ എത്തിക്കുകയും ചെയ്യുന്ന മാതാപിതാക്കൾക്കും ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. ചില ദിവസങ്ങളിൽ ക്ലാസ്സുകൾക്ക് ശേഷം സ്നാക്സ് ഒരുക്കി തന്ന എല്ലാവരോടുമുള്ള നന്ദിയും ഈ സമയത്ത് അറിയിക്കുന്നു. അതുകൂടാതെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എല്ലാ ചൊവ്വാഴ്ചയും ദിവസങ്ങളിലും വൈകിട്ട് 7 മുതൽ 7:30 വരെയുള്ള സമയം ജേണി മിനിസ്ട്രി എന്ന സൂം മീറ്റിങ്ങിൽ വഴിയായി വചനം പഠനത്തിന് മാറ്റിവെക്കുന്നു. നമ്മുടെ സഭയുടെ മുതൽക്കൂട്ടായ യൂത്ത് ടീം നടത്തുന്ന ഈ കൂട്ടായ പ്രവർത്തനം പ്രശംസ അർഹിക്കുന്നതാണ്. ക്രിസ്തേശു കാണിച്ച പാത പിൻപറ്റി ദൈവഹിതപ്രകാരം വളരുവാൻ അഭ്യസിക്കേണ്ടതിന് കുടുംബത്തിൻ്റെയും സഭയുടെയും സമൂഹത്തിൻ്റെയും ആവശ്യമാണ്. അതിനായി അധ്വാനിക്കുന്ന ബഹുമാനപ്പെട്ട പാസ്റ്റർ സാം വർഗീസ് അവറുകൾ, കമ്മിറ്റി മെമ്പേഴ്സ്, ടീച്ചേഴ്സ്, പേരൻസ്, സൺഡേ സ്കൂൾ സ്റ്റുഡൻസ്, KPA യൂത്ത് നിങ്ങളുടെ എല്ലാ സഹായ സഹകരണത്തിനും നന്ദി അറിയിച്ചുകൊള്ളുന്നു. കൂടാതെ സൺഡേ സ്കൂൾ ക്ലാസിൻ്റെ പ്രവർത്തനങ്ങളെയെല്ലാം ഏകോപിപ്പിച്ച് തക്ക സമയത്ത് കാര്യങ്ങൾ ഉത്തരവാദിത്തോടുകൂടി ക്രമീകരിക്കുകയും മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന കോർഡിനേറ്റർ സേറയോടുള്ള
നന്ദിയും അറിയിക്കാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷം കൂടി നമ്മെ നടത്തിയ ദൈവത്തിന് സർവ്വമഹത്വവും പുകഴ്ചയും നൽകിക്കൊണ്ട് ഈ റിപ്പോർട്ട് സഭയുടെ മുമ്പാകെ സമർപ്പിക്കുന്നു. ആവർത്തനം 6:7 പറയുന്നത് പോലെ, ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനം നിന്റെ ഹൃദയത്തിലിരിക്കണം. അവയെ നിങ്ങളുടെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നിന്റെ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. Thank you, Shibu Uncle. Sounds like our Sunday school kids have been quite busy this year. They sure were.